ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 9ാമത്തെ ദിവസത്തെ ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ടാസ്ക് കുട്ടികളുടെ ടോയ്സ് ഓർഗനൈസിങ് ആണ് കേട്ടോ. ക്ലീനിങ് പ്ലസ് ഓർഗനൈസിങ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ട ടാസ്ക്കാണ്. നിങ്ങളും ഇത് ചെയ്യാൻ പ്രത്യേകം നോക്കുക. ഈ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഡേ 9 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാസ്കിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ടോയ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ബാസ്ക്കറ്റുകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ പെയിൻറ്റിൻ്റെ ബക്കറ്റ് നമുക്ക് കിട്ടില്ലേ, വീട്ടിൽ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റ് ബക്കറ്റൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബക്കറ്റുകൾ നമുക്ക് പല പർപ്പസിനും യൂസ് ചെയ്യും. ബക്കറ്റായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ടോയ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇങ്ങനത്തെ ബോക്സാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കാണാൻ നമുക്ക് ഇത്തിരി ഭംഗിയോർവ തോന്നാണെങ്കിൽ വേണമെങ്കിൽ ഇത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, കാരണം ഇത് നമ്മൾ മുകളിൽ അപ്സ്റ്റെയറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ ഡെക്കറേറ്റ് ചെയ്താലും കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ പൊടി പിടിക്കും. അപ്പോൾ ഞാനിതിലെല്ലാതും ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ലിഡ് വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ ഈ ടോയ്സൊക്കെ പൊടി പിടിക്കാതെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. പിന്നെ ഇങ്ങനെയുള്ള വലിയ ബാസ്ക്കറ്റ് ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ ടോയ്സ് എല്ലാം കൂടി വാരിക്കൂട്ടി അതിലിടാം, കുഴപ്പമില്ല. നമുക്ക് തരം തിരിച്ച് വെക്കണം, ചെറിയ ചെറിയ പാർട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാക്കറ്റുകളിലാക്കിയിട്ട് ഓരോ ടോയ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും വെക്കാം. അപ്പോൾ ഇവർ ഇങ്ങനെ പെൺകുട്ടികളായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ടോയ്സൊക്കെ ഇവരുടെ കയ്യിലുണ്ട്, ഇങ്ങനെ കുഞ്ഞു കുറേ സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ടോയ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വീട്ടിൽ ഉണ്ടാക്കുന്ന ടോയ്സൊക്കെ ആണെങ്കിലും അതിങ്ങനെ എല്ലാം കൂടി വാരി ഒന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബാഗുകളിലാക്കിയിട്ടാണ് ഞാൻ ടോയ്സ് അവരുടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുഞ്ഞു ഡോളുകളും അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളിതുപോലെ ഒരു ബാഗിലാക്കി സ്റ്റോർ ചെയ്തിട്ട് അതെല്ലാം കൂടി ഒരു വലിയ ഇതുപോലത്തെ ബാസ്ക്കറ്റിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാം. നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ടോയ്സ് എല്ലാം തന്നെ ഈ ഒരു ബാഗിൽ ഡോളും ഒക്കെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ടോയ്സ് നമ്മളിങ്ങനെ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഡോക്ടർ സെറ്റ് അങ്ങനത്തെ കുഞ്ഞു ടോയ്സും പിന്നെ കുറച്ച് എനിമൽസൊക്കെ ഇങ്ങനെ പല പ്ലാസ്റ്റിക്കിൻ്റെ എനിമലുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ് ബോക്സ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പലപ്പോഴും പാറ്റ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് എനിക്കത് അത്ര താല്പര്യം ഇല്ലാത്തത്. പാറ്റ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അവരുപയോഗിക്കുന്ന ഡോളിൻ്റെ ടോയ്സൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ടോയ്സ്, അതൊക്കെ എങ്ങനെയാണ് ഒതുക്കിയിരിക്കുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും എടുക്കുന്ന കുറച്ച് ടോയ്സിൽ പെട്ട ഐറ്റംസ് ആയതുകൊണ്ട് നമ്മളൊരു ബാസ്ക്കറ്റിൽ ഇതെല്ലാം ചെറിയ ചെറിയ ഓർഗനൈസേഴ്സിലാണ് വെച്ചിരിക്കുന്നത്. ചെറിയ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതൊക്കെ പഴയത് നമുക്ക് ഇതുപോലത്തെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡോളിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ 2 പേർക്കും അത് വാങ്ങിയ ബോക്സിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പറ്റാവുന്നത് അതിൻ്റെ ബോക്സുകൾ കളയാതെ സൂക്ഷിച്ചാൽ നമുക്ക് അതിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ഇനി ചില ഐറ്റംസൊക്കെ നമ്മൾ ആ ബോക്സിൽ തന്നെ വെച്ചാൽ കുറേ സ്ഥലം വേസ്റ്റോ. അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ ഒരു ഡിവൈഡർ ബോക്സ്, നമ്മളിത് മാലയും കമ്മലോ എന്ത് വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ്. ഇതിൽ നമ്മളിങ്ങനെ കിട്ടുന്ന കുഞ്ഞു ടോയ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇതിലാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ടോയ്സ് അടക്കം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതുപോലെയുള്ളൊരു ബോക്സ് ഓർഗനൈസറാണ്. ഇതൊക്കെ നമുക്ക് പല പർപ്പസിന് യൂസ് ചെയ്യാം കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ഐറ്റംസോ ടൈലറിങ് ഐറ്റംസോ ഒക്കെ ഒതുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം തന്നെ ഇതിൽ ഈ ബാക്കിയുള്ള ചെറിയ ടോയ്സ് മുഴുവൻ നമ്മൾ ഇതിലാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരു വലിയ ബാസ്ക്കറ്റിൽ വെച്ചാൽ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. ഒരെണ്ണം പോലും മിസ്സാവില്ല, പൊടി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ബാസ്ക്കറ്റിൽ നമ്മൾ ഡോൾ ഹൗസാണിത്. ഇതെല്ലാം ഇങ്ങനെ പാർട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുക, ആവശ്യമുള്ളപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റുകളും നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ ടോയ്സ് ഒതുക്കാൻ നമുക്ക് ഉപയോഗിക്കും. ഇനി അടുത്തൊരു നമ്മുടെ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ടോയ്സ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ടോയ്സ് ഒന്നും നമ്മൾ വൃത്തിയാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഡബ്ബകളിലായിരുന്നു. അത് വലിയ രീതിക്ക് വൃത്തികേടായിട്ടില്ല, അത് അധികം എടുക്കാറില്ല, വല്ലപ്പോഴും എടുക്കുള്ളൂ. ഈ ഐറ്റംസ് ഇതൊക്കെ നമ്മൾ വർഷത്തിൽ ഒരിക്കലും എടുക്കുന്നുള്ളൂ. അതായത് കിച്ചൺ സെറ്റൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ മേടിച്ച കിച്ചൺ സെറ്റ്, അതായത് അവൾക്കൊരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് മേടിച്ചിട്ടുള്ളതാണ്. അന്നൊട്ടേ ഈ ഒരു കിച്ചൺ സെറ്റാണ് ഉപയോഗിക്കുന്നത്. നല്ല രീതിക്കായി തന്നെ ഈ ഇതുമ്മേ സോപ്പ്, സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കുകയാണ്. വൃത്തിയാക്കി എടുത്ത പഴയ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കളർ നല്ലതായിട്ട് ഫെയ്ഡായി. നല്ല പിങ്ക് കളറായിരുന്നു അതിൻ്റെ ആ ഒരു മുകളിലെ ബോർഡും അതൊക്കെ കേട്ടോ. പക്ഷെ അത് നല്ലതായിട്ട് ഇപ്പോൾ കളർ ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കിച്ചൺ സെറ്റ് ഫുള്ളായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റൗവൊക്കെ വർക്ക് ചെയ്യുന്ന കേട്ടോ, സൗണ്ടൊക്കെ വരും, ലൈറ്റൊക്കെ കത്തുമായിരുന്നു. പക്ഷെ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രോണിക് അതായത് ബാറ്ററി ഒക്കെ ഇടുന്ന ടോയ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യരുത്. അത് കേടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വാഷ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കേടായി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ട് ഫുള്ളായിട്ടും വാഷ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം വാഷ് ചെയ്തിട്ട് ഇതെല്ലാം തന്നെ
വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മളിതേ കിച്ചൺ സെറ്റും ആ ഐറ്റംസൊക്കെ വാഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുറേ ടോയ്സ് ഉണ്ട്, പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ നല്ല രീതിക്ക് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തന്നെ ഒരു ബക്കറ്റിൽ സോപ്പും പൊടി ഇട്ടിട്ട് ആ ടോയ്സൊക്കെ ഞാൻ ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഒരു അരമണിക്കൂർ അതിൽ മുക്കി വെച്ചു. അപ്പോൾ അതിമത്തെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ ടൂത്ത് ബ്രഷും പിന്നെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് എല്ലാം തന്നെ നമ്മളൊരു പായി ഇട്ടിട്ട് അവിടെ ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടോയ്സൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ടോയ്സ് എല്ലാം കഴുകിയൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ടോയ്സൊക്കെ എവിടെ അറേഞ്ച് ചെയ്ത് കളിക്കണമെന്ന് നമ്മൾ നോക്കിയിട്ട് അവിടെ സ്പേസിൽ വെക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ടെൻറ്റ് ഉണ്ട് ഇങ്ങനത്തെ. ഇത് കുറേ വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെൻറ്റാണ് ഇവിടെ. പക്ഷേ ഈ വർഷം എടുത്തപ്പോഴേക്കും ഇത് മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വർഷം അത് മൊത്തത്തിൽ അതിൻ്റെ ക്ലോത്തും ഒക്കെ ഡാമേജ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ടെൻറ്റിലല്ല അവർ ഐറ്റംസ് വെക്കുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് മാത്രം. നല്ലൊരു വീടായിരുന്നു, ഒരുപാട് വർഷം അത് ഉപയോഗിച്ചു. പക്ഷേ ഇതിൻ്റെ തുണി ഇത്രയും നാൾ ഇരുന്ന് അത് പഴയതായപ്പോൾ പിന്നെ അത് കീറി തുടങ്ങി. ശരിക്കുള്ള തുണിയല്ല അത്, പ്ലാസ്റ്റിക് കവറല്ലാണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് കവറില്ലേ, വേറൊരു സ്പോഞ്ച്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് കവർ, അതിൻ്റെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ വീടിൻ്റെ ഈ ഒരു ക്ലോത്ത്. അതുകൊണ്ട് തന്നെ അത് അത്ര കൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. നല്ല വീടാണ്, നല്ല വലിയ വീടാണ്. പക്ഷേ ആ തുണി അങ്ങനത്തെ ആയതുകൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ അത് കേട് വരിക. അപ്പോൾ ഈ വർഷം എടുത്തപ്പോഴേക്കും അത് നന്നായിട്ട് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ അതൊരു സങ്കടമായിപ്പോയി, ഞങ്ങളുടെ വീട് കേടായിപ്പോയി ഈ വർഷം എടുത്തപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഈ ടോയ്സൊക്കെ വെച്ചതിൻ്റെ ഒരു മെമ്മറിയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആ കിച്ചൺ സെറ്റും ടോയ്സൊക്കെ ഉണങ്ങിയ ശേഷം നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കാം. അപ്പോൾ ഇസയ്ക്കാൻ റോസുവിനായാലും എത്ര വലുതായാലും ഇങ്ങനത്തെ ടോയ്സൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടാ. ഞാനും ചാൻസ് കിട്ടിയ ആ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവരുടെ കൂടെ കിച്ചൺ സെറ്റ് കളിക്കും. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ടോയ്സും അതുപോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ചില ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റാത്തതൊക്കെ ഇവരുടെ കയ്യിൽ ഈ ടോയ്സൊക്കെ കാണുമ്പോൾ എനിക്കത് വെച്ച് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവരിരുന്ന് കളിക്കുന്ന കാണുമ്പോൾ ഡോളൊക്കെ വെച്ച് കളിക്കുന്ന കാണുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരുന്ന് കളിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർ എന്നോട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എന്തെങ്കിലും മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യണത്, കളിക്കണതൊക്കെ നല്ലതല്ലേ. നമ്മളെപ്പോഴും കുട്ടികളെ പോലെ യങ് ആയിട്ടിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും എപ്പോഴും മക്കളുടെ കൂടെ ഒക്കെ കളിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കിച്ചൺ സെറ്റൊക്കെ ഇതുപോലെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ കിച്ചൺ സെറ്റിലുള്ള ടോയ്സും ഈ കിച്ചൺ സെറ്റിൻ്റെ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ പിന്നെയൊക്കെ ഓരോ കിച്ചൺ സെറ്റൊക്കെ വാങ്ങുമ്പോൾ കിട്ടണതും ഒക്കെ ഉണ്ട്. ഇവർ ചെറുതായിരുന്ന സമയത്തൊക്കെ ചില സമയത്ത് ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രോബ്ലം, ഇവരതൊന്നും സൂക്ഷിക്കാതൊക്കെ മിസ്സാക്കി കളയും. ഞാൻ കുറേയൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. പക്ഷെ ഇപ്പോൾ ഒരു വലിയ കുട്ടികളായപ്പോൾ ഇവർ നന്നായി സൂക്ഷിച്ച് തുടങ്ങി. അപ്പോഴേക്കും കുറേ ടോയ്സൊക്കെ മിസ്സായും പോയി. അപ്പോൾ എന്തായാലും ഈ ടോയ്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. മിക്കവാറും എല്ലാ വീട്ടിലെ പോലെ തന്നെ ആരാണ് പാചകം ചെയ്യുക എന്നുള്ളതിൻ്റെ തല്ലുകൂട്ടായിരിക്കും മിക്കവാറും ഇവിടെ നടക്കുക. കാരണം എന്ന് വെച്ചാൽ രണ്ടു പേർക്കും പാചകം ചെയ്യണം, ആരാണ് കുക്കാവുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പക്ഷെ വലുതായി കഴിഞ്ഞാൽ ആർക്കും കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഡെയിലി നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മളൊരു വീട്ടമ്മയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മടുക്കും. പക്ഷേ പാവക്കുട്ടീനെ വെച്ച് കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിച്ചൺ സെറ്റ് കളിക്കുന്ന സമയത്ത് കുക്കിംഗ് ചെയ്യാന്ന് വെച്ചാൽ അല്ല ഭയങ്കര തല്ലുകൂട്ടാണ് എല്ലാവരും അല്ലേ. ഞാൻ ചെയ്യും നീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കേട്ട് ടോയ്സൊക്കെ നമ്മളിവിടെ അങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ വേറൊരു റൂം ഇവിടെ സെറ്റ് ചെയ്യണം. ചെറിയൊരു ബോക്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മേക്കപ്പ് ഏരിയ ആണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോണും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരു അലമാര പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ലിവിങ് റൂമോ ബെഡ്റൂമോ കിച്ചണോ ഒക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു കുഞ്ഞ് ഏരിയ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീട് ഫുള്ളായിട്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇസയുടെ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വീട് ഫുള്ളായിട്ടും
കാണാം. ഇൻറ്റീരിയറും ഒക്കെ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കിച്ചൺ സെറ്റ് ഈ ഒരു കോർണറിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ട്രെയിൽ വെജിറ്റബിൾസ് എല്ലാം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ച് അപ്ലയൻസസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൊരു മിക്സിയാണിത്. ഇത് ശരിക്കും ആദ്യം വർക്ക് ചെയ്തിരുന്ന കേട്ടോ, കുറേ നാൾ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങും മിക്സി, ശരിക്കും സ്വിച്ചൊക്കെ ഇട്ട ബാറ്ററി കിട്ടുക. പിന്നെ ഇത് വാട്ടർ ഫിൽറ്ററാണ്, വെള്ളത്തിൻ്റെ ഫിൽറ്റർ ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ, അതും വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിലെല്ലാത്തിനും ബാറ്ററി ഇടണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതിൽ ലൈറ്റൊക്കെ കത്തും, ബ്രെഡൊക്കെ ഇങ്ങനെ ടോസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഇതായിട്ട് വരും, അങ്ങനെയൊക്കെ ആവുന്നതാണ്. ഇത് കോഫി മേക്കറാണ്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതേ ഇങ്ങനെ കുഞ്ഞ് കുറേ അപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കാണിച്ചു തന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. ഈ ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന മോഡലാണ്. അതായത് നമ്മളൊരു കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രൂട്ട്സിനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പീസായിട്ട് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെൽക്രോയുടെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒട്ടിക്കാം, വീണ്ടും ഇതുപോലെ കട്ട് ചെയ്യാം, അങ്ങനെ കളിക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടും വരും ഇങ്ങനെ കിർക്കിർന്ന് അങ്ങനെ. അപ്പോൾ അത് കുട്ടികൾക്കും നല്ല രസകരമായിരിക്കും. ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു റോസുവിന് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എപ്പോഴും ഇത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ്. ഫ്രൂട്ട്സ് ആണ് ഇതിലേ ഉള്ളൂ, വെജിറ്റബിൾസ് ഇല്ല. ഫ്രൂട്ട്സ് കുറേ ഈ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള ബ്രഷൊക്കെയാണ്. വേറൊരു കുഞ്ഞ് ക്ലീനിങ് ബ്രഷും കൂടി ഉണ്ടായിരുന്നു, അത് നാശമായി പോയി. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ബ്രഷ്, പിന്നെ ഇവിടെ അതേ മേക്കപ്പ് ഐറ്റംസും ഫോണും അതൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ണാടിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ നമ്മളിതേ കണ്ടു കഴിഞ്ഞു. ഇനി തൊട്ടാ പുറത്തായിട്ട് തന്നെ ദേ ഒരു കട ഇവിടെ ഉണ്ട്. ഇത് റോസുവിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇസ വീട്ടിലാണ്, റോസു ഷോപ്പിലാണ് ഇരിക്കുന്നത്. അവളുടെ ഷോപ്പിൻ്റെ പേര് 4-in-1 ഷോപ്പ് എന്നാണ്. അപ്പോൾ ഈ ഷോപ്പിൽ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്, പിസ്സ കൊടുക്കുന്നുണ്ട്, പിന്നെന്താണ് ടോയ്സ് ആൻഡ് ബുക്സ് ഉണ്ട്, പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു വലിയൊരു കടയാണിത്. അപ്പോൾ അതേ ഇസ അവിടെ കടയിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്ലേ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഈ വർഷത്തിൽ എങ്ങനെയാണ് നമ്മുടെ പ്ലേ ഏരിയ നമ്മൾ ചെയ്യാൻ പോണത്, അത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലായിരിക്കും. കാരണം ഈ വീടൊക്കെ പൊട്ടിപ്പോയില്ലേ, അപ്പോൾ നമ്മൾ വേറെ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ വഴിയെ കാണാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.